ലത്തീൻ അതിരൂപതയുടെ കോഴിക്കോട് ലത്തീൻ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി നിയോഗിക്കപ്പെട്ട ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ അല്പസമയം മുൻപെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. ബിഷപ്പ് ഹൗസിൽ നേരിട്ടെത്തിയാണ് മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി നേരത്തെ കണ്ട കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഉച്ചയോടുകൂടിയാണ് വത്തിക്കാനിൽ നിന്നുള്ള 3 മണിയോട് കൂടിയാണ് വത്തിക്കാനിൽ നിന്നുള്ള ആ പ്രഖ്യാപനം വന്നത്. നേരത്തെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ അവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തുകയാണ്. മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പമാണ് എത്തിയത്. ഭാര്യയെ കാണാം, ചെറുമകനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, സ്വാഭാവികമായിട്ടും ഇനി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അദ്ദേഹത്തെ കണ്ട് ആശംസകൾ അർപ്പിക്കാൻ എത്തും. ഇന്ന് വേറെ ആരെങ്കിലും എത്താനുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എത്ര സമയം ചെലവിട്ടോടെ? ദിനീഷ്മണി, അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കൊയിലാണ്ടിയിലെ പരിപാടി കഴിഞ്ഞതിനു ശേഷം ഇവിടെ കോഴിക്കോട് ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയത്. കോഴിക്കോട് രൂപത അതിരൂപതയായി മാറി. അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പായിട്ട് വർഗീസ് ചക്കാലക്കൽ അങ്ങനെ ഉയർത്തപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ കണ്ട് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിയത്. ചെറുമകനൊപ്പമാണ് എത്തിയത്. എന്തായാലും ഇവിടെ നിന്ന് സ്വീകരിച്ച് അകത്തുപോയി സംസാരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുമുണ്ട്. മുഖ്യമന്ത്രിയോട് സംസാരിച്ചോ? എന്തായിരുന്നു ആ നിമിഷം? മുഖ്യമന്ത്രി വന്നത് എന്നെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വരാനും എനിക്ക് ആശംസകൾ നേരാനും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അതനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല ടീച്ചറുണ്ടായിരുന്നു, കൊച്ചുമകനുണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചു. പക്ഷെ എല്ലാം ഫ്രണ്ട്ലി ടോക്സ് ആയിരുന്നു. രാഷ്ട്രീയമോ മതമോ അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ചായ കുടിക്കാൻ വിളിച്ചു, പക്ഷേ ചായ വേണ്ടാന്ന് പറഞ്ഞു. ചായ ഒന്നും കുടിക്കില്ല. പക്ഷെ വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. എന്തെങ്കിലും കുടിക്കണ്ടേ എന്ന് കരുതി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അങ്ങനെ വളരെ നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രി വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നേരത്തെ മന്ത്രി റിയാസ് വന്നിരുന്നു. അതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നേരത്തെ വന്നിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ KC വേണുഗോപാൽ, പിന്നെ നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർ, അതുപോലെ അഡ്വക്കേറ്റ് സിദ്ദിഖ്, അതുപോലെ വേറെ കുറേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി വന്നിരുന്നു. അവരൊക്കെ കാണാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇങ്ങനൊരു സമയത്ത് അവർ വന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഇത് അതിരൂപതയായതിൽ, ഞാൻ മെത്രാപ്പോലീത്ത ആയതിൽ അവരെല്ലാം ആഹ്ലാദിക്കുന്നു, ആനന്ദിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വളരെ സന്തോഷമായി. ഞാൻ അതുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു. രാഷ്ട്രീയമായോ മതപരമായോ ഒന്നും സംസാരിച്ചില്ലെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണത് എന്തെങ്കിലും കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഇല്ല, ഞാനൊന്നും ഈ ആദ്യ കാര്യങ്ങൾ ഇപ്പോൾ എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് രാഷ്ട്രീയ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അതിൻ്റെ മൂഡ് കളയരുത്. അതുകൊണ്ട് ഞാനൊന്നും വേണ്ടാ പോയി. ബിഷപ്പായതിനു ശേഷം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരികയാണ്. അപ്പോൾ ഇനി കൂടുതൽ സമയം മുഖ്യമന്ത്രിയോട് അങ്ങോട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുഭാവപൂർവ്വം കേൾക്കാറുണ്ട്, പറ്റാവുന്നൊക്കെ ചെയ്തു തരാറുണ്ട്. സന്തോഷമാണ്. അതാണ് സന്തോഷമാണ്. യെസ്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്തോഷമാണ് ഇപ്പോൾ പങ്കുവെച്ചത്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി ഇവിടെ എത്തുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. KC വേണുഗോപാൽ, അതുപോലെ തന്നെ MK രാഘവൻ MP ഒക്കെ ഇവിടെ എത്തിയിരുന്നു. അവരെല്ലാം ഇവിടെ എത്തി, പലരും എത്തി. അഭിനന്ദനം, സന്തോഷമൊക്കെ അറിയിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. വിവരങ്ങൾ പങ്കുവച്ചത് അദ്ദേഹം തന്നെയാണ്. അതിരൂപത ആർച്ച് ബിഷപ്പ് തന്നെയാണ് നമ്മളോട് പ്രതികരണം അറിയിച്ചത്. എല്ലാവരും സ്വാഭാവികമായിട്ടും സന്തോഷം അറിയിക്കാനും അഭിനന്ദനം അറിയിക്കാനും എത്തുന്നുണ്ട്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രനും എത്തി അദ്ദേഹത്തെ ആശംസകൾ അറിയിച്ചിരുന്നു. ഒപ്പം രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരം ദൃശ്യങ്ങളും കൂടിക്കാഴ്ചകളും ഉണ്ടാവുകയും ചെയ്യും.